ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ കുറേ മാസങ്ങളായി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലര് ഇനി എക്സാം ഇനിയുള്ള ഫേസ് എപ്പോഴാണ് നടക്കുക എന്നുള്ളതിന് പകരം റിസൾട്ട് എപ്പോഴാണ് വരിക എന്നൊക്കെ എനിക്ക് പലരുടെ ഇന്ന് മെസ്സേജ് കിട്ടാറുണ്ടായിരുന്നു. പലരും എന്നോട് ചോദിച്ചിരുന്നത് NTPC റിസൾട്ട് എപ്പോഴാണ് വരിക അല്ലേ? അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞത്, മക്കളെ എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു ഫേസ് കൂടി ബാക്കിയുണ്ട്. 6 ഫേസുകളാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്, ഇനിയും ഒരു ഫേസ് ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടല്ലേ റിസൾട്ട് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു തീരുമാനമാക്കിക്കൊണ്ട് 7ാമത്തെ ഫേസ് ഞങ്ങൾ ഇതേ നടത്താൻ പോവുകയാണ് എന്ന അവസാനം ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? RRB തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ പലരും എനിക്ക് എക്സാം ഷെഡ്യൂൾ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പല ചാനലുകളിൽ നിന്ന് കിട്ടിയ എക്സാം ഷെഡ്യൂൾ, സാർ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഇന്ന ഫേസ്. അപ്പോഴെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ RRBയുടെ സൈറ്റിൽ വരുന്നത് വിശ്വസിക്കുക, വേറെ ഒന്നിനെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫൈനലി ഇന്ന് ജൂലൈ 1-ാം തീയതി RRB തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തുകയാണ് സുഹൃത്തുക്കളെ. ജൂലൈ 23-ാം തീയതി മുതൽ 23, 24, 26, 31 തീയതികളിലായിട്ട് ഏകദേശം 2.25 ലക്ഷം കാൻഡിഡേറ്റ്സിന് RRB NTPC എന്ത് ചെയ്യും? 7ാമത്തെ ഫേസ് ആൻഡ് ദ ലാസ്റ്റ് ഫേസ്, അത് ശ്രദ്ധിക്കണേ, ലാസ്റ്റ് ഫേസ്. ഇതോടുകൂടി എന്ത് ചെയ്തു? RRBയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അല്ലെ, സോറി, RRBയുടെ കാര്യത്തിലല്ല, ചെയ്തില്ലായിരുന്നെങ്കിൽ RRBയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമായിരുന്നു. കാരണം ഇപ്പോൾ ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്? RRB മറുപടി പറഞ്ഞിട്ടുണ്ട്. 23, 24, 26, 31 തീയതികളിലായിട്ട് 2.25 ലക്ഷം കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പോവുകയാണ്? RRB NTPC നടത്താൻ പോവുകയാണ്. പിന്നെ സാധാരണ പോലെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എക്സാം സിറ്റിയും, ഇനിയും എക്സാം കഴിയാത്തവർ ഇവിടെ നിന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എക്സാം സിറ്റിയും ഡേറ്റും കാര്യങ്ങളും എല്ലാം 10 ദിവസങ്ങൾക്ക് മുമ്പ് RRB വെബ്സൈറ്റുകളിൽ, യൂട്യൂബ് ചാനലുകളിലല്ല, ടെലിഗ്രാം ചാനലുകളിലല്ല, അവരൊന്നും അല്ല ഈ പരീക്ഷ നടത്തുന്നത്. RRBയുടെ വെബ്സൈറ്റുകളിൽ എന്ത് ചെയ്യും? അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആവും. ഈ കോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് 4 ദിവസം മുമ്പും സാധാരണ പോലെ കിട്ടും. ഇനി 7th ഫേസിൽ ഇനി എക്സാം എഴുതാനുള്ള കാൻഡിഡേറ്റ്സിനുള്ള മെയിലും അതുപോലെ തന്നെ കാര്യങ്ങളും മൊബൈൽ നമ്പറിലോട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളെല്ലാം അവർ അയച്ചു തുടങ്ങുന്നുണ്ട്. വൈകാതെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ആസ് യൂഷ്വൽ പറയുന്നത് പോലെ. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം RRBയുടെ വെബ്സൈറ്റ് മാത്രം നിങ്ങൾ റെഫർ ചെയ്യുക, വേറെ എവിടെയും എന്ത് ചെയ്യാതിരിക്കുക, നോക്കാതിരിക്കുക. പിന്നെ കോവിഡ് റെഗുലേഷൻസ് ഒക്കെ എന്താ പറയുക, പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ പോകാനായിട്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിൽ അത് വൈകാതെ അവർ പറയും. ഇപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും മാസ്ക് ഉണ്ടാവണം, മാസ്ക് ധരിച്ചു തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, പരീക്ഷയ്ക്ക് ചെല്ലാനായിട്ട്. പിന്നെ ബാൻ ചെയ്ത ഐറ്റംസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺസ്, പേജർ, അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, കൊണ്ടുവരുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് കാണേണ്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഓൾറെഡി എക്സാം കഴിഞ്ഞവർ പലരും ടയർ 1 കഴിഞ്ഞ് ടയർ 2 പ്രിപ്പറേഷൻ തുടങ്ങിയവർ, നല്ല മാർക്കുള്ളവർ, നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളവർ അല്ലേ. സ്വന്തമായി എക്സാം കഴിഞ്ഞവർക്ക് അറിയാലോ നമുക്ക് ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ളവർ. പലരും ടയർ 2 പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്കൊക്കെ മനസ്സും എടുത്ത് തുടങ്ങിയ ഒരു സമയത്താണ് ഈ ന്യൂസ് വന്നേക്കുന്നത്. ടയർ 1 കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടയർ 2 നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂലൈ 23, 24, 26, 31 തീയതികളിൽ എക്സാം കഴിയാത്തവരുണ്ടെങ്കിൽ മടിയൊക്കെ മാറ്റി വെച്ച് നല്ല കട്ടയ്ക്ക് പഠിച്ചു തുടങ്ങിക്കോളൂ. ടയർ 2-ന് വേണ്ടി പഠിക്കുന്നവരോട് ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ടയർ 2-ന് വേണ്ടി പഠിക്കുന്നവർക്ക് മടി മാറ്റാനുള്ള സമയമായി. ഇതേ CBT 1 കഴിയാൻ പോവാണ്. CBT 1 കഴിഞ്ഞാൽ ഉടനെ എന്തുണ്ടാവും? CBT 2 ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. RRB NTPC ടയർ 1, ടയർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താഴെ ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. അതൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് കോഴ്സുകളെടുത്ത് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ SSC, CGL-ലും CHSL-ലും GD-ക്കും എല്ലാം ഉള്ള കോഴ്സുകൾ എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കോഴ്സ് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ചെയ്യാം. നമുക്ക് വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല കോൾ എടുത്ത് നിങ്ങളെ മാർക്കറ്റിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട്. എല്ലാത്തിനും ഞാൻ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് എന്താ പറയുക, ഇത്തിരി ക്ഷമ കാണിക്കുക. ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും. വിളിക്കാതിരിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ ഞാൻ എല്ലാവരുടെയും കോൾ എടുക്കൽ എനിക്ക് പോസിബിൾ അല്ല, അതുകൊണ്ട് ഞാൻ കോൾ എടുക്കാറില്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലോ ടെലിഗ്രാമിലോ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അധികം വൈകാതെ തന്നെ വിത്തിൻ 24 hours എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇനി പഠിത്തത്തിന്റെ നാളുകളാണ്. ഇത്രയും നാളും അയ്യോ കൊറോണ എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് നമുക്ക് പറയാനുണ്ടായിരുന്നു. ഇനി ആ സാധനം നമ്മുടെ മുമ്പിലില്ല. ഇനി കട്ടയ്ക്ക് പഠിക്കുക. RRB ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് തീർക്കാനായിട്ട്. ഇതിന് പുറകെ നമുക്കിനി നിർത്തിവെച്ച CHS-ലും MTS-ഉം GD-യും CG എല്ലാം വരിയായിട്ട് ടപ്പേന്ന് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടുപുറകെ ഗ്രൂപ്പ് ഡി ഉണ്ട്. ഇത് ഏത് ഓർഡർ, ഞാൻ പറഞ്ഞ ഓർഡറിൽ നടക്കുന്നില്ല, പക്ഷെ ഇതെല്ലാം ഇനി വരാനുള്ള പരീക്ഷകളാണ്. സോ എന്താ പറയുക, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിന്റർ ഈസ് കമ്മിങ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും കട്ടയ്ക്ക് പഠിക്കുക, എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്രയും നേരം എന്നെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.